അവാർഡാണ് ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് പണിത് ഈ ഗവൺമെന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ലാലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്. അവിടെ ഞാനൊക്കെ എപ്പോഴും ചെറുപ്പത്തിലെ ടൂർ വരുന്ന സ്ഥലമാണ്. അപ്പം എനിക്കറിയാം മാലിന്യങ്ങൾ അത്രയും ഡംപ് ചെയ്ത് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് എറണാട്ടിരെന്ന് പറയാം, ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും പ്രശ്നങ്ങളായിരുന്നു. അവിടെ ജീവിച്ചിരിക്കുന്ന എൻ്റെ പേരിൽ ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അതാണ് വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ. ഇന്ത്യയിലെ എന്നേക്കാളും ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരാളുടെ പേരിൽ ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അതെനിക്ക് വലിയൊരു അഭിമാനമാണ്. ഈ ഗവൺമെന്റിനോട് ഞാൻ എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ സാറ്, ഞാൻ 86 പോലീസിൽ പോയപ്പോൾ അവിടെ ഞാനിപ്പോൾ MK ജോസഫ് സാറുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, DGP ആളാണ്. എൻ്റെ ആളും കരുണാകരനാണ് എന്നെ പോലീസ് ടീമിലെടുത്തത്. അപ്പം എനിക്ക് 17 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചു വന്നപ്പോൾ അന്ന് ജോസഫ് സാർ അങ്ങനെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, എല്ലാ പേപ്പറിലും വന്നിട്ടുള്ള അന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേയർ പറഞ്ഞ പോലെ തന്നെ കുപ്പയിൽ നിന്നെടുത്ത മാണിക്കാണ് വിജയെന്ന് പറഞ്ഞിട്ട്. അതപ്പോഴത്തെ ഒരു കുപ്പയിൽ നിന്ന് വളർന്നു വന്ന ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ്, അത് ഇത്രയധികം മാലിന്യത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് കുറെ പേര് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ വരുന്ന പറയുമ്പോൾ എന്നെ സംബന്ധിച്ചും എൻ്റെ വീട്ടുകാരനെ സംബന്ധിച്ചും എൻ്റെ നാട്ടുകാരനെ സംബന്ധിച്ചും വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞങ്ങൾക്ക് സ്പോർട്സുകാർക്ക് ഏറ്റവും വലിയ ഒരു പ്രൗഡ്, അല്ലെ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അംഗീകാരം തരുമ്പോഴാണ് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തു എന്ന് അറിയുന്നത്. അതാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട്, അതങ്ങനെയല്ല, അത് ഫുട്ബോള് പ്ലെയർ ആണോ അങ്ങനെയില്ല, എല്ലാ സ്പോർട്സുകാരുടെ പേരിലും ഓരോ ഗ്രൗണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും വരാണ്. അത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിലും കളിക്കാൻ പോണ, ഞാനായാലും ജോബോളായാലും സുരേഷ് ആയാലും എല്ലാവരും കളിക്കാൻ പോണതാണ്. അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഒരു സ്റ്റേറ്റും അങ്ങനെ ചെയ്തിട്ടില്ല.